friends and welcome back to Poo's World. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ ഒരു ഹാപ്പി ഓണം. സോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ 2 ദിവസം കഴിയും. സോ ബിലേറ്റഡ് ഹാപ്പി ഓണാവും. പക്ഷെ എന്നാലും സാരില്ല ഒരു ഹാപ്പി ഓണം കയ്യിൽ വെച്ചേക്ക്. അപ്പം ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു സദ്യ ഉണ്ടാക്കാൻ പോവാണ്. സോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ പോവാണ്. സോ ഹോപ്പ് ഇറ്റ് വിൽ കം ഔട്ട് ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി എ മിനി സദ്യ. സോ എല്ലാ ഐറ്റംസും എന്താണ് നമ്മളെ നാട്ടിൽ ഉണ്ടാക്കണ പോലെ ഒരു 18-20 ഐറ്റംസ് ഒന്നും ഉണ്ടാവാൻ പോണില്ല. ബട്ട് ഐ ട്രൈ ടു സ്റ്റിക്ക് ടു സം 9-10 ഐറ്റംസ് മാക്സിമം പോസിബിൾ. സോ hope you like this video. If you do, then don't forget to like, subscribe, comment and share. So നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. So before we go about my sadhya, the മാവേലി വരുന്നുണ്ട്. നമുക്ക് ആദ്യം മാവേലിനെ വെൽക്കം ചെയ്യാം. പ്രജകളെ നാം വന്നിരിക്കുന്നു. മാവേലി തമ്പുരാനെ സുസ്വാഗതം. സോ മാവേലി ഈസ് ഇയർ. അപ്പം ആ സമയം നമുക്ക് പെട്ടെന്ന് എന്തൊക്കെയാണ് ഞാൻ സദ്യയിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ ഇവിടെ ക്യാബേജ് തോരൻ അല്ലെങ്കിൽ ക്യാബേജ് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ക്യാബേജ് ഷ്രെഡഡ് ഓൾറെഡി ലുലുലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സോ അതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ടു മേക്ക് മൈ ജോബ് ഈസി. സോ ക്യാബേജ് ഉപ്പേരി ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇത് കൂടാതെ ബാക്കിയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓലൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാബേജ് തോരൻ റെഡി ആയിരിക്കുകയാണ്. ഓലൻ തിളച്ചുകൊണ്ടിരിക്കുന്നു. സോ ഓലനൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇവിടെ മാവേലി സദ്യക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. Finally, all my dishes are ready except for payasam, and here the payasam is ready. So now let's serve our food. So first is the uperi, charkar uperi, then the pickle. Now let's put some pachadi. So ഇത് കുമ്പളങ്ങ പച്ചടിയാണ്. ഇനി നല്ല ഒരു അവിയൽ കഴിഞ്ഞിട്ട് നമ്മൾ ഇടാൻ പോണ സാധനമാണ് ഓലൻ. കുമ്പളങ്ങ വെച്ചിട്ട് കുമ്പളങ്ങയും പച്ചക്കായും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഓലൻ. ഇനി ഇത് ക്യാബേജ് തോരൻ, നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ, ആ ക്യാബേജ് തോരൻ. ഇനിയിപ്പം ചോറ്. കുറച്ച് ഐറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി, വെറും കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബിക്കോസ് അത് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ. ഇത് സാമ്പാർ ഒഴിച്ചു. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന കാരണം ഐ വാസ് എ ലിറ്റിൽ സ്കെപ്റ്റിക്കൽ ബട്ട് ഇറ്റ് കെയിം ഔട്ട് ഗുഡ്. എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം സദ്യ? അവിയലൊക്കെ നന്നായി, സൂപ്പർ. ഓലൻ പച്ചടി So our tester tasted and told us the food is okay. So here I am munching away my lunch, which is really good actually. I'm proud of myself. നിങ്ങൾ എൻ്റെ സദ്യ കണ്ടില്ലേ? ഇനി എൻ്റെ നാട്ടിൽ എൻ്റെ ഗ്രാൻഡ് മദർ, അതായത് അച്ഛൻ്റെ അമ്മ ഒക്കെ ഉണ്ടാക്കിയ സദ്യ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വാ. ദിസ് ഈസ് ദി ആഫ്റ്റർ എഫക്റ്റ് ഓഫ് എ വെരി ഗുഡ് സദ്യ. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ എന്നെ പുകഴ്ത്ത്. സോ സദ്യ ഇസ് നോട്ട് കംപ്ലീറ്റ് വിത്തൗട്ട് പായസം. അതും പായസം ഇലയിൽ തന്നെ കഴിക്കുക എന്ന് വെച്ചാൽ അതൊരു ടേസ്റ്റ് തന്നെയാണ്. സോ വി ആർ എൻഡിങ് ആർ സദ്യ വിത്ത് അടപ്പായസം. പാട്ടും സദ്യയും ബഹുകേമം സന്തോഷമായി തിരിച്ചു പോകുന്നു.